വിഷയങ്ങൾ പറയുമ്പോൾ എപ്പോഴും എന്താ പറയുക, എനിക്കൊരു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയൊരു വിഷമവും നഷ്ടവും എന്നൊക്കെ പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ജീവിതത്തിൽ നികത്താൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം എന്നെ വിട്ടുപോയി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യമായിട്ട് വന്ന ഒരു പൂച്ചക്കുഞ്ഞ് സിംബ. കുറേ ആളുകൾക്കറിയാം, ആ സിംബയും ആളും പോയി, ഈ ഒരു ലോകത്തു നിന്ന് പോയി. അപ്പോൾ അതിനുശേഷം ഹായ് ഹലോ, അനു ജോസഫ് ഒഫീഷ്യൽ ബംഗാൾ കാറ്റ്സ് ചാനലിലേക്ക് ഏവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ചില ആൾക്ക് തോന്നും, അപ്പോൾ പൂച്ചയൊക്കെ എവിടെ പോയി, ഇവിടെ പൂച്ച ഉണ്ടായിരുന്നല്ലോ എന്ന്. ഇപ്പോൾ ചെറുതായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് സ്ഥലം മാറ്റം നടത്തിയിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് ഗ്യാരേജ് സെറ്റ് ചെയ്തു. അതിൻ്റെ വിശേഷം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇവർക്കുള്ള ട്രീറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ട്രീറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു 2 ട്രീറ്റ് എടുക്കാം. ഇത് മ്യാവിൻ്റെ ട്രീറ്റാണിത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്രീമി ട്രീറ്റാണ്. ചിക്കനും ലിവറും കൂടെ ഉള്ള ഒരു ഫ്ലേവറിൽ വരുന്നൊരിതാണ്. ഞാൻ മോസ്റ്റ്ലി മേടിക്കുന്ന ഈ ഒരു ട്രീറ്റ് തന്നെയാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൊടുക്കാം. ഗ്യാരേജിൻ്റെ വിശേഷങ്ങൾ പിന്നെ പറയാം. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, എവിടെ എല്ലാവരും? എവിടെ? വാ പാപ്പു, മോളി വാ. പാപ്പുവേ അകത്ത് കയറുന്നില്ല. ഞാൻ ഇവിടുന്ന് കൊടുത്തു തുടങ്ങാം. എന്നിട്ട് അച്ചോ, അമ്മ പൊന്നെ എന്തിയേ, അമ്മയുടെ പൊന്നെ എന്തിയേ. ഇത് എൻ്റെ ഷൊൻ്റെ ലൂസിമോള്. ആരായത്? ലൂസിമോക്ക് 3 മക്കളുണ്ട് ഇപ്പോൾ ഉണ്ടായതിനകത്ത്. ഒരു കുഞ്ഞു ആവയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോഗ്രാമിന് ഓസ്ട്രേലിയയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആള് ഡെത്തായി. വളർച്ചക്കുറവുണ്ടായിരുന്നു. അപ്പം എന്താണെന്നറിയില്ല, ഇവർ തമ്മിലൊക്കെ അടിപിടി കൂടിയതാണോന്നറിയില്ല. ആളുടെ ഈ ഒരു ബാക്ക്, ഈ ഒരു പോർഷൻസ് മുറിഞ്ഞിട്ടുണ്ടായിരുന്നാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇവരെ നോക്കുന്ന ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ സ്വന്തം ലാലി ചേച്ചി. അപ്പോൾ ചേച്ചി ഒരുപാട് വർഷമായിട്ട് എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് കൂടെയുള്ള ആളാണ്. അപ്പോൾ ഇവരെൻ്റെ കൂടെ വന്ന പോലെ തന്നെ വന്ന ഒരാളാണ് ലാലി ചേച്ചി. അപ്പോൾ എന്താ പറയുക, അപ്പോൾ പറഞ്ഞു വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും പോയി എന്നുള്ളൊരു വലിയ വിഷമമുണ്ടായി. അപ്പോൾ ഇനി ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കുഞ്ഞുമക്കൾ. അവരുടെ പേര് ഞാൻ പറയാം. ആദ്യം ഞാൻ ഓരോരുത്തരുടെ പേര് പറയാം. പുതുതായിട്ട് കാണുന്ന ആളുകൾക്കാണെങ്കിൽ എളുപ്പമുണ്ടാവുമല്ലോ. ഇവരുടെ ഫാദർ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ബംഗാൾ ക്യാറ്റാണ് ആള്. ബംഗാൾ ക്യാറ്റ് ഞാൻ വിളിക്കുന്ന പറഞ്ഞാൽ പാബ്ലോ എസ്കോബാർ ഗവേരി. ആളുടെ പേരതാണ്. കുറച്ച് അധോലോക പേരുകളാണ് എല്ലാവരും. ഇത് പാബ്ലോയുടെ വൈഫ് ലൂസി. കുറേ ആളുകളുണ്ടായിരുന്നു. കുറച്ച് ആളുകളെയൊക്കെ ഞാൻ പുതിയ വീടുകളിലേക്ക് എല്ലാവരും ഗസ്റ്റായിട്ട് പുതിയ വീടുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ ഒക്കെ ചോദിക്കുമ്പം അവരെ പുതിയ വീടുകളിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, മക്കളെക്കുറിച്ച് പറയാം ഇനി. ലൂസിക്കും പാബ്ലോയ്ക്കും ഉള്ള മക്കൾ ഇപ്പോൾ ഉള്ള 3 പേര്. ഒരാളുടെ പേര് കിരി. ഓക്കെ, ഒരാളുടെ പേര് സ്പൈഡർ, ഒരാളുടെ പേര് ലിയോ. 2 പെണ്ണും ഒരാണും ആണുള്ളത്. ഇതിനകത്ത് ഒരു പെൺകുട്ടിയോടുണ്ടായിരുന്നു, ഒരു ആൺകുട്ടിയോടുണ്ടായിരുന്നു. ആൺകുട്ടിയെ കൊടുത്തു കേട്ടോ. നമ്മൾ ട്രീറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് വേണം കഴിക്കാൻ. വാ മോളി വാ. മോളിൽ ആദ്യം ആർക്ക് വരുന്നു അയാൾക്ക് തരും ഫസ്റ്റ്. വാ, കം. പാപ്പുക്കുട്ടനെ എവിടെ നിന്ന് വരും? അവിടെ നിന്ന് വന്ന് മേടിക്കാൻ പറ്റും പാപ്പുക്കുട്ട നിനക്ക്? പാപ്പു, നിന്റെ മക്കളായോണ്ട് പറയല്ല, അപാര ബുദ്ധി. ഏതാ പറഞ്ഞു, അവരടിച്ചു മാറ്റിക്കൊണ്ട് പോയടാ കുഞ്ഞാപ്പി. അമ്മ അത് കുറച്ചുകൂടെ അടുപ്പിക്കണോ? വേണോ എന്റെ പൊന്നിന്? ഇത് ആരാ? ഇത് കിരിയാണോ? ഇത് ആരാ? എല്ലാവർക്കും തരാമേ. ഇങ്ങനെ കൊടുക്കുന്ന പറഞ്ഞാല് നമ്മുടെ കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയുക, ആഗ്രഹം കൂടിയിട്ട് കൈ വെച്ച് അവർ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ കൈ മുറിയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഞാൻ ഇടയ്ക്ക് ടീറ്റ് എടുക്കുന്ന ഒരാളാണ് കേട്ടോ. കാര്യം എപ്പോഴും ഇവരുടെ കൂടെയൊക്കെ നമ്മൾ നടക്കുമ്പോൾ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കണം. ആ സമയത്ത് നമ്മൾ ടീറ്റി എടുക്കുന്നത് നല്ലതാണ്. പിന്നെന്താന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ഒരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ആദ്യത്തെ ക്യാറ്റ് എന്ന് പറയുന്നത് സിംബ ബംഗാൾ ക്യാറ്റ് എന്നാണ് നമ്മുടെ ഈ ഒരു ക്യാറ്റിന് ഇത് അറിയപ്പെടുന്നത്. ആൾ ബംഗാൾ ക്യാറ്റ് അല്ലായിരുന്നു, അപ്പോൾ ഒരു സ്പെഷ്യൽ ക്യാറ്റായിരുന്നു. അപ്പോൾ ആ ക്യാറ്റ് എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് കുറേ പേര് ബാക്ക് വന്നത്. പക്ഷേ ആൾ മരിച്ചുപോയത് ഈ കഴിഞ്ഞ വർഷം എൻ്റെ പ്രിയപ്പെട്ട കുറേ പേര് എന്നിൽ നിന്ന് വിട്ടുപോയതിൻ്റെ കൂട്ടത്തിൽ ആളും കൂടെ പോയി.
കഴിഞ്ഞ വർഷം എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി, 1 വർഷമായി ഇപ്പം. അതുപോലെ തന്നെ ഇതുപോലെ സിംബ പോയി. അങ്ങനെ ചില എന്താ പറയുക, നമുക്ക് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് പോയി. അതിനുശേഷമാണ് ക്യാറ്റിനെ ഞാൻ ഇത്രയും കുറച്ചത്. ഒത്തിരി ക്യാറ്റ് ഉണ്ടായിടത്തു നിന്നും സിംബ പോയതിന് ശേഷം മൊത്തത്തിലൊരു മനസ്സിനൊരു ശരിയല്ലാത്തൊരവസ്ഥ വന്നു. അപ്പം ഞങ്ങൾ തീരുമാനമെടുത്തു, ഇനിയിപ്പോൾ വളരെ കുറച്ച് ആളുകളെ മാത്രം, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളെ മാത്രം മതിയെന്ന്. കാര്യം നമ്മുടെ ശ്രദ്ധയും നമ്മൾ അവർക്ക് കൊടുക്കുന്ന അറ്റൻഷനും കുറയുമ്പോൾ അതൊരു എന്താ പറയുക, നമ്മളൊരു പെറ്റായിട്ട് വളർത്തുന്ന സമയത്ത് നമുക്ക് മാക്സിമം അതിനൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ അതിന് കൂടെ പോയിരുന്ന ഒരു പ്രോപ്പറായിട്ട് നോക്കാനും മെഡിസിനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണ് പുതിയ വീടുകളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എൻ്റെ ചക്കരെ ദാത്താരാമ. ഓക്കെ, അപ്പം ഇപ്പോൾ 3 ബേബീസ് ഉണ്ട്. പുതിയതായിട്ട് നമുക്ക് പുതിയ വീടുകളിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന 3 ബേബീസ് ഉണ്ട്. 3 മാസം കഴിഞ്ഞു എല്ലാവർക്കും. ഓക്കെ, അപ്പം എല്ലാവരും പിണങ്ങിയൊക്കെ പോയി. അമ്മ അങ്ങോട്ട് വരാടാ കണ്ണ, തരാം. അവിടെ ആറാ കുഞ്ഞാപ്പിയ ബാ, അമ്മ അകത്ത് തരാം ബാ. നോ 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 എൻ്റെ അമ്മയാണ്. അമ്മ വീഡിയോ ഷൂട്ട് ചെയ്യുന്നടാ. നോ 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 നോ. എന്താണ് മക്കൾക്ക്, എന്താണ് പ്രശ്നം? ഓക്കെ, ഇവിടം വരെയാണ് അവർക്ക് ഇപ്പം ഏരിയ കൊടുത്തിരിക്കുന്ന ക്യാറ്റിന്. അത് അവന്റെ ലോകമാണ്. എന്താ നമ്മുടെ എൽ ചാപ്പോ, അവന്റെ പേര് എൽ ചാപ്പോ എന്നാണ്. ഡോബർമാൻ കാറ്റഗറിയാണ്, മെയിലാണ് ആള്. ഇപ്പൊ അവന് 3-4 വയസ്സ്. ആരെ വെള്ളം തട്ടിപ്പറിച്ചിട്ട് ഇവിടെ? ആരെ വെള്ളം തട്ടി? അമ്മയുടെ കുഞ്ഞ് ഇന്ത്യ പാപ്പുകൂടെ. എന്റെ പാപ്പുകുട്ടിനെ എന്റെയാണ്. ബാ ഇവിടെ വാ, മോളി വാ, കം മോളി വാ, പാപ്പുകൂട്ട മോളി വാ. ടോപ്പ് ഇവിടെ വാ, ഇവിടെ വന്ന് തരാം. അവിടെ മതിയോ? അപ്പം ശരി, ഇവിടെ തരാം. അമ്മ എടുക്കട്ടെ കേട്ടോ, അമ്മ എടുക്കട്ടെ. നോ എടുക്കട്ടെ. മക്കൾ വാ, മോളി വാ. ലൂസി, ഓ അമ്മ തരാം. ഇതും കൂടി എടുത്തങ്ങ് കഴിക്കൂ. ഓം, എത്ര പറഞ്ഞാലും നമുക്ക് തീരാത്ത വിശേഷങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാറ്റിനെ കുറിച്ച്. ഒരുപാട് ആളുകളുടെ വീട്ടിൽ ക്യാറ്റിനെ വളർത്തുന്ന ആളുകളുണ്ട്. ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആക്കുന്ന ഒരു ജീവിയാണെന്ന് വേണമെങ്കിൽ പറയാം. ചിലർ പറയാറുണ്ട് അത് ഒട്ടും നമ്മളുമായിട്ട് അടുത്ത് വരാറില്ല, ഇപ്പോൾ ഡോഗാണ് നമ്മളെ കാണുമ്പോൾ കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. രണ്ടുപേരും 2 രീതിയിലാണ്. ഇപ്പം നമുക്കൊരു ഇമോഷണലി നമ്മൾ ഡള്ളായിരിക്കുന്ന സമയത്തൊക്കെ ഇവർക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവർ നമ്മുടെ അടുത്ത് വരിക, അവർ റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എത്രത്തോളം ടൈം അവർക്ക് കൊടുക്കുന്നോ, എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നോ, അതനുസരിച്ച് ഏത് ജീവിയും നമ്മുടെ കൂടെ, നമ്മുടെ ഒപ്പം, നമ്മൾ ഈ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഒപ്പം ഇരിക്കും. ഓക്കെ, ലൂസി നോ, ബാബച്ചിക്ക് നോ, ലൂസി നോ നോ, കമ്പെടുക്കൊമ്മ ബാ. കുഞ്ഞാപ്പി ഇതൊക്കെ കഴിച്ചു. എടാ മക്കളെ വാ, അമ്മ ഇത് എടുക്കട്ടെ കേട്ടോ. അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തതാണ് ക്യാറ്റ്സിനെ ഇപ്പോൾ കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്നൊരു വീഡിയോ ഇട്ടത്. നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അറിയാൻ പറ്റുന്നത് ഇപ്പോൾ എന്താണ് ക്യാറ്റ്സിൻ്റെ വീഡിയോ ഇടാത്തത്. ഇപ്പോൾ ഒരുപാട് പേര് വീട്ടിലേക്ക് പുതിയ ആളുകൾ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ക്യാറ്റിൻ്റെ, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അലീനയുടെ കൂട് ശരിയാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. ഇടയ്ക്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്തില്ല. ഫൈനലായതിൻ്റെ വീഡിയോ ഇടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയതിനു ശേഷം അത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് അവളുടെ റണ്ണിങ് സ്റ്റൈലും അവളുടെ ഒരു റൊട്ടീനും കാര്യങ്ങളുമൊക്കെ. ഇവരുടെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഇവർക്ക് ഫുഡ് കൊടുത്തതാണ്. ഇതിപ്പം ഒരു വൈകുന്നേരം ട്രീറ്റ് കൊടുത്തതാണ്. രാവിലെ ഫുഡ് കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നുള്ളു റൈസ് ഞാനിപ്പോൾ കൊടുക്കാറുണ്ട്, കുറച്ച് മാത്രം, നല്ല വേവിച്ചിട്ട് റൈസും അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ സൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഗ്രേവി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഈ വെള്ളം കുടിക്കാൻ കുറച്ച് മടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൂപ്പ് സ്റ്റൈലിൽ അവർ ചെല്ലുമ്പോഴത്തേക്കും ആവശ്യത്തിന് എന്താ പറയുന്നത്, ആരത് കുരുത്തക്കെട്ടതേ, ആവശ്യത്തിന് അവർക്ക് വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് എത്തും, പ്രോട്ടീൻ കിട്ടും, ചിക്കൻ കഴിക്കാൻ പ്രോട്ടീൻ കിട്ടും. അതുപോലെ റൈസ് എത്തുമ്പോഴത്തേക്കും കാർബ്സ് കിട്ടും. കാർബ്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും കുറച്ച് കൊടുക്കും. ചാപ്പോയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഷുണ്ണയുടെ പൊണ്ണ, അമ്മയുടെ പൊണ്ണാണ് വീട്, അമ്മയുടെ പൊണ്ണാണ് വീട്, ആരാണ് പാപ്പ കൂട്ടനായത്, പാപ്പ മോനായത്. ഇവ ഹട്ട് ചെയ്യില്ല കേട്ടോ ഒട്ടും. ഭയങ്കര അറിയാവുന്ന ആളാണ്.
കുഞ്ഞിപ്പാനാണ് കുഞ്ഞിപ്പാ, കുഞ്ഞിക്കുട്ടനാ എന്റെ. ഇവിടെ ഒളിച്ചിരിക്കണ ആരാണ് ഒളിച്ചിരിക്കണേ? ഇവിടെ വാ, ഇടാ വാ ഇങ്ങട്. ആര് മോനെ അത്? ഇവനെ വെച്ച് ഞാൻ ചെറിയൊരു ആനിമേഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പാപ്പുനെ വെച്ചിട്ട് മുന്നേ. ഈ എന്താ പറയാ, ആനിമേഷൻ വീഡിയോസ് ഒന്നും അധികം ഇപ്പത്തെ പോലെ അത്ര ഒരു വീഡിയോസോ ആനിമേഷൻ വീഡിയോ ഒക്കെ വരുന്നതിന് മുന്നേ അത്യാവശ്യം ടൈമും മണിയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേണം നമുക്ക് കറക്റ്റായിട്ടൊന്ന് ചെയ്യാൻ, അല്ലേടാ ബാബുക്കുട്ടാ? ഞങ്ങളൊരു പൂച്ച സാറിന്റെ ഒരു ചരിത്രമേ ഞങ്ങൾ ഇവിടെ രചിക്കും. നമ്മളൊരു അണ്ടർവേൾഡ് കിങ് ആണ് ഞാൻ എന്ന് പറഞ്ഞോളൂ. എന്റെ പൊന്നിന് കിട്ടിയില്ലേ, എന്റെ കുഞ്ഞിക്ക് കിട്ടിയില്ലേ? ഇതാ ഹലോ ഞോ. ഓ എൻ്റെ ഉടുപ്പലെല്ലാം വീഴിച്ച്. ഇതാ പൊന്നു ഭയങ്കുവാ. എന്തടി കുറുമ്പി ചെയ്യണ നീ? എന്ത് ചെയ്യണത് നീ? കഴിഞ്ഞേ, ഇനി വൈകിട്ട് തരാം കേട്ടോ. വൈകിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കും. ബിസ്ക്കറ്റാണ്, ക്യാറ്റ് ബിസ്ക്കറ്റ്സ് കൊടുക്കാറുണ്ട്. ക്യാറ്റ് ഫുഡായിട്ട് തന്നെ കൊടുക്കാറുണ്ട്. ഇതെൻ്റെ ഡ്രസ്സിലായതാ, ഞാനത് വാഷ് ചെയ്യട്ടെ. അപ്പോൾ വേറെ വിശേഷങ്ങൾ എന്താ? വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ എല്ലാ സാറുമാരോട് കൂടി ഒരു പൂച്ച സാർ നമ്മൾ പറയപ്പെടുന്നോ, പൂച്ച സാറുമാരെല്ലാവരും കൂടിയിട്ട് ഒരു ടാറ്റ പറഞ്ഞ്. എന്റെ പൊന്നൊറ്റ ആരും ചുഞ്ഞിരി പെണ്ണി ചെക്കന് ഇന്ത്യയാണ്, ചെക്കന് ഇന്ത്യയാണ്, ചെക്കന് പെക്കൻ കുഞ്ഞിരി ചെക്കൻ ഇന്ത്യയാണ്. അവൻ ജമ്പ് ചെയ്തു. അവിടെ പരിചയപ്പെടുത്താനുണ്ട് എൻ്റെ ടാർസൻ കൊച്ചിനെ. ബാ ടാർസാ വാടാ വാ, എൻ്റെ കൊഞ്ച് ട്രീറ്റ് കഴിച്ചാണ് കേട്ടോ. ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മസ്താൻ്റെ മോനാണ്. ഓക്കെ, ഇവന് ഒരു ദിവസം സ്വന്തമായിട്ട് വീടിന് വെളിയിൽ ചാടിയിട്ട് പിന്നെ അകത്ത് ജന്മം ചെയ്താൽ കയറിയിട്ടില്ല. ഇവനിങ്ങനെ ഉലകം ചുറ്റും വാലിബനാണ്. ഈ പരിസരത്തൂടെയുള്ള വീടുകളിലൊക്കെ കയറിപ്പോയി ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. പൊന്നനാ ഇങ്ങ് വാ. ഭയങ്കര സ്നേഹമാണ്. ഫുഡ് കഴിക്കാൻ സമയത്ത് ഇങ്ങോട്ടേക്ക് വരും, കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പോവും. രാത്രി കിടപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടിയുടെ മണ്ടയ്ക്ക് കയറി കിടക്കുക എന്നുള്ളത്, അല്ല ചില സമയം വീടിനകത്ത് കയറി കിടക്കുക. അവനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൾക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 4-5 വയസ്സായിട്ടുണ്ടാവും. 2 വയസ്സായുണ്ട് കുഞ്ഞിക്ക്. ഇല്ല 4 വയസ്സായിട്ടുണ്ട് എന്തായാലും. എൻ്റെ കുഞ്ഞാപ്പിക്ക് 4 വയസ്സായി കാണും. 4 വയസ്സ്. ഭയങ്കര സ്നേഹമാണ്. അതുകൂടാതെ ആൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര സുന്ദരിയാണ്. ആളെ വിളിച്ചിട്ടിടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരും. അയാളെ ഞാൻ ഒരു ദിവസം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്യാറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.